ചില ആൾ കന്നിമൂലയിൽ കക്കൂസ് പാടില്ല. സാധാരണ എല്ലാവരും പറയും എന്തുകൊണ്ടായിക്കൂടാ. അപ്പൊ ഈ എനർജി പോയിന്റ്സിന് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം കഷ്ടപ്പെടുകയൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് തന്നെ ഓരോന്നിനും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. അപ്പൊ ഈ വലിയൊരു അലമാര വെക്കണമെങ്കിൽ ആ അലമാര വെക്കണതിന് ഒരു പൊസിഷൻ പറയണേ, അതാണ് ഈ മർമ്മ ദോഷങ്ങൾ എന്നൊക്കെ പറയുക. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ തന്നെ നമ്പർ 1 വാസ്തുശാസ്ത്രജ്ഞൻ ഡോക്ടർ നിഷാന്ത് തോപ്പിൽ സാറാണ്. നമസ്കാരം ഗുരുജി. നമസ്തേ. സുഖമായിട്ടിരിക്കുന്നോ? ഗംഭീരായിരിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഇപ്പൊ ഒരു വീടിന് 45 എനർജി പോയിന്റ്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, നമ്മൾ ഈ എനർജി പോയിന്റ്സ് തെറ്റായ രീതിയിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ അത് നമുക്ക് ദോഷകരാവില്ലേ? വെരി ഗുഡ്. അപ്പം വാസ്തു പഠിക്കാൻ തുടങ്ങിയോ? 45 എനർജി ഒക്കെ അറിയുന്നത്? ചെറുതായിട്ടൊന്ന് റിസർച്ച് ഒക്കെ ചെയ്തു. നന്നായി, നല്ല കാര്യം, ഗ്രേറ്റ്. എനർജി പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾക്കുള്ള മാതിരി ചക്രാസ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി തന്നെ വീട്ടിനും ഉണ്ട് ചക്രാസ് ഒക്കെ. പക്ഷെ ഈ 45 എന്നുള്ള നമ്പർ ഇട്ടുകൊണ്ട് പറയുക, അത് ഒരു 45 ദേവതാസ്ഥാനം എന്ന് പറയും. അതായത് ദേവത മീൻസ് ഊർജം. ജോ ദേത്താ ഹേ വഹിയേ ദേവത. എന്താണോ തരുന്നത് അതാണ് ദേവത. അതായത് നമ്മളെ വീട്ടിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് ഓരോരോ ഏരിയ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലായിട്ട് 45 ഏരിയകളാണ് പറയുക. ഇതിലൊരു ഏകാശിതിവത വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയും. ഏകാശിതിവത വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ മേലെ ഒരു 9/9 81 കളറുള്ള ഒരു ഗ്രിഡ് വെക്കുകയാണെന്ന് വെക്കുക നമ്മളെ വീട്ടിൻ്റെ മേലെ. അപ്പോൾ ആ ഗ്രിഡിൽ നോക്കുമ്പോൾ ഓരോരോ ഭാഗത്തും ഓരോരോ ദേവതകളുടെ സ്ഥാനം വരും. അപ്പോൾ നമ്മളൊരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ സാധാരണ ഗ്രാഫ് ഇടൂലേ, എന്നിട്ട് നോക്കിയിട്ട് വരയ്ക്കില്ലേ, അതേപോലെ ഈ വാസ്തുശാസ്ത്രത്തിലെല്ലാം പെർഫെക്റ്റാണ്. ഇന്ന പോയിന്റിൽ ഇന്ന ഗുണം എന്നാണ്, വളരെ ക്ലിയർ ആയിട്ടാണത്. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ മേലെ ഈ 9/9 ഉള്ള ഒരു ഗ്രാഫ് അതിൻ്റെ മേലെ വെക്കാൻ നോക്കുക. അപ്പോൾ അതിൽ ഓരോ പോയിന്റും കിട്ടും. അങ്ങനെ ഒരു 81 പോയിന്റ്സ് കിട്ടും, 81 പോയിന്റുകൾ കിട്ടും. അതിൽ പക്ഷേ എന്ന് പറഞ്ഞാൽ ചില പോയിന്റുകൾ ചില ദേവതകൾക്കൊക്കെ കൂടുതൽ വരും. അതായത് ഉദാഹരണമായിട്ട് പറയും, ഇപ്പം ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാകും. ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ നടുഭാഗം. അപ്പോൾ ഈ 81 പോയിന്റിൽ നടുക്കിൽ വരുന്ന ഒരു 3/3 9 നടുക്കിൽ വരുന്ന 9 കളാണ് ബ്രഹ്മ എന്ന് പറയുന്ന ഇത് വരിക. അതിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്രിയേറ്റിവിറ്റി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മസ്ഥാനത്തൊന്നും വെക്കരുത്, ബ്രഹ്മസ്ഥാനം കാലിയായിരിക്കണം. നമ്മൾ 4 കെട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നടുമുറ്റം കണ്ടിട്ടില്ല, ഒഴിഞ്ഞു കിടക്കുന്നത്. അവിടെ തൂണുകൾ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ സ്റ്റെയർ കേസ് ഉണ്ടാകാൻ പാടില്ല, അത് ഒഴിഞ്ഞു ഉണ്ടാകരുത്. അതാണ് പണ്ടത്തെ കാലത്തൊക്കെ ആകുമ്പോൾ 4 കെട്ട് ഉണ്ടാകുമ്പോൾ നടുമുറ്റം ഒഴിച്ചു വിടും. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെയാണ് തൊട്ടിക്കെട്ട് വീട് എന്നൊക്കെ പറയും. അതായത് ഇത് സെന്റർ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള അത്. അങ്ങനെ ഓരോരോ പോയിന്റും ഉണ്ട്. അത് അപ്പം നമ്മളെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് ഇതിൽ ഓരോരോ ഇതിന് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ സാധാരണ എല്ലാവരും തൊഴിൽപരമായിട്ടുള്ള, അപ്പോൾ തൊഴിൽപരമായിട്ട് വരികയാണെന്ന് പറഞ്ഞാൽ ഈ കരിയർ എന്ന് പറയുന്ന ബന്ധപ്പെട്ടിരിക്കുന്നത് വടക്കുമായിട്ടാണ്, നോർത്ത്. ഇപ്പം നോർത്തിൽ സാധാരണ അതിൽ സോമൻ എന്നാണ് ഇതിൽ പറയുന്ന എനർജി പോയിന്റിന് പറയുക. അപ്പോൾ പക്ഷേ ഈ സോമൻ എന്ന് പറയുന്നത് ഒരു പാത്വേ ആണ്. അതായത് നോർത്ത് സൈഡിൽ നമുക്ക് ബ്ലോക്കിംഗ് വരിക, അടഞ്ഞു കിടക്കുക. അതായത് ഇത് പോസിറ്റീവ് നെഗറ്റീവായിട്ട് ബാധിക്കുക കേട്ടോ. അതായത് പോസിറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ശരിക്കും എനർജി ഫ്ലോ ഉണ്ടാകുക, നെഗറ്റീവായിട്ട് ആകുക എന്ന് പറഞ്ഞാൽ അത് അടഞ്ഞു കിടക്കുക, അല്ലെങ്കിൽ പ്രശ്നമാകുക. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുക എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ ഒക്കെ നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ഇത് നമ്മൾ ബുദ്ധിമുട്ടും. അതായത് തൊഴിൽ കിട്ടുന്നില്ല, ആകെ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ അർത്ഥം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്നാണ്. ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെ ഓരോ ആവശ്യങ്ങൾക്കുമായിട്ട് ഇങ്ങനെ ഓരോ പോയിന്റ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ പറയുകയാണെങ്കിൽ 45 ദേവതകൾ പോയിന്റ്സ് ആണ്. ദേവത മീൻസ് ആ ഒരു പോയിന്റിനെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ പലതിലും പറയുന്നുണ്ട്. അതായത് ടോട്ടൽ യൂണിവേഴ്സിൽ 64 ഊർജങ്ങളാണെന്നാണ് പറയുക. അപ്പോൾ 64 ഊർജങ്ങളാണ് ടോട്ടൽ യൂണിവേഴ്സിലുള്ളത്. ഈ 64 എണ്ണത്തിന് നമ്മളൊരു ചതുരം വരച്ച് കഴിഞ്ഞാൽ അതിലിപ്പോൾ ഒരു മൊബൈലിൻ്റെ ചതുരം എടുത്താലും ശരി, അതിലും ഈ 64 എണ്ണം വരുന്ന അതുമാതിരി തന്നെ എല്ലാത്തിലും വരും. അപ്പോൾ ഈ ഒരു വാസ്തുബലി എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ട്. വാസ്തുബലി എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ
ഈ വലിയ കളത്തിൻ്റെ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടാക്കുകയാണ്. ഏത് ഈ 9x9 ഏകാശിതിവത വാസ്തുപുരുഷ മണ്ഡലം എന്ന് പറയും. എന്നിട്ട് അത് വരച്ചതിന് ശേഷം അതിൽ ഓരോ സ്ഥാനത്തിനും വേണ്ട ഫുഡ് കൊടുക്കും. ബലി എന്ന് പറഞ്ഞ അർത്ഥം ബലം കൊടുക്കുന്നത്. ബലം കൊടുക്കുന്ന എന്തോ അതാണ് ബലി. അപ്പോൾ സാധാരണ നമുക്ക് ബലം തരുന്ന എന്താ? ഭക്ഷണമാണ്. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബലം ഉണ്ടായില്ല. അപ്പോൾ ഒരു 45 ഉരുളകളൊക്കെ ആക്കിയിട്ട് അതിനിങ്ങനെ കൊടുക്കും. അപ്പം ഈശൻ, പർജന്യൻ, ജയന്തൻ എന്ന് പറഞ്ഞിട്ട് ഓരോന്നോരോ പോയിന്റാണ്. അപ്പോൾ അത് ഓരോന്നും ഓരോ ആസ്പെക്റ്റുമാണ്. അത് ഇപ്പം മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥ വരിക എന്ന് പറയുകയാണെങ്കിൽ വടക്ക് കിഴക്ക് വരുന്നതാണ്. അവിടെയാണ് വാസ്തുപുരുഷൻ്റെ തലഭാഗം വരിക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വീട്ടിലെ സ്ത്രീകൾ വളരെ കൂളായിരിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വടക്ക് കിഴക്ക് നല്ല സ്വസ്ഥാണെന്ന അർത്ഥം. ഇങ്ങനെ ഓരോരോ ആസ്പെക്റ്റിനും ഓരോരോ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കാലിന് വേദന എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ ഓരോരോ എന്താണോ ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ വേണ്ടത്. പിന്നെ ചില ആളുകൾക്ക് ചില ആസക്തികളുണ്ട്, അതായത് മദ്യപാനം അങ്ങനെയൊക്കെ ഉള്ളത്. ഇതിനൊക്കെ കാരണം ഇങ്ങനെയുള്ള പോയിന്റ്സിലുള്ള ഒന്നുകിൽ കറക്റ്റായിട്ടുള്ള യൂസ് അല്ലെങ്കിൽ മിസ്യൂസ്. അപ്പോൾ സാധാരണ ഒരാൾക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് പല സാധനങ്ങൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ചിലപ്പോൾ ഹെവിനെസ് പാടില്ലാത്ത സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം വരും. അതായത് ഹെവിനെസ് എന്ന് പറഞ്ഞാൽ വലിയൊരു അലമാര കൊണ്ടുപോയിട്ട് എവിടെയും വെച്ചു. അപ്പോൾ ഈ വലിയൊരു അലമാര വെക്കണമെങ്കിൽ ആ അലമാര വെക്കണതിന് ഒരു പൊസിഷൻ പറയുന്നുണ്ട്. അപ്പോൾ അല്ലാത്ത സ്ഥലത്ത് അത് വന്നോ അവിടുത്തെ എനർജിക്ക് അതൊരു ബ്ലോക്ക് വരും. അതാണ് ഈ മർമ്മ ദോഷങ്ങൾ എന്നൊക്കെ പറയുക. അതാണ് ഈ എനർജി പോയിന്റ്സിൽ വരുന്ന ദോഷങ്ങൾ. അപ്പോൾ ഇതിൽ പല തരത്തിലും ഇതിൻ്റെ അപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഈ എനർജി പോയിന്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മർമ്മം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിലും പറയും. മർമ്മം എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ പറയുമ്പോൾ ഒരു 3 തരത്തിൽ മർമ്മങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത് ഇതാണ്, വാസ്തുപുരുഷൻ്റെ അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട്. അപ്പോൾ അതായത് തലഭാഗം, പിന്നെ വായഭാഗം, പിന്നെ ഇടത്തേ നെഞ്ഞ്, വലത്തേ നെഞ്ഞ്, ചെസ്റ്റ് ഭാഗം, അതുമാതിരി തന്നെ പൊക്കിൾ വരുന്ന ഭാഗം, ഇതൊക്കെ മെയിൻ എനർജി പോയിന്റ്സാണ്. അതിന് ഷൺമഹന്തി എന്ന് പറയും. അങ്ങനെ ഒരു ഈ സ്ഥലങ്ങളിലൊക്കെ കെട്ടിടം വരിക, ചുമര് വരിക, ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ആ എനർജി പോയിന്റ് ബ്ലോക്ക് ആവും. അത് നമ്മൾക്ക് മർമ്മദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അസുഖം വരിക, അല്ലെങ്കിൽ എന്താണ് പറയുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് വരിക. പിന്നെ പുറത്ത് നല്ല സ്വസ്ഥമായിരിക്കും, പക്ഷെ വീട്ടിൽ വന്നാൽ ആകെ പ്രശ്നമായി. നമ്മൾ സംസാരിക്കുന്നതൊക്കെ വഴക്കായി മാറുക, നമ്മൾ ഉദ്ദേശിക്കുന്ന വേർഡല്ല വായിലൂടെ വരിക. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെയുള്ള ഈ എനർജികളിൽ ബ്ലോക്ക് വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒരു കൺസൾട്ടിങ് ചെയ്യുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഇന്നതാണ് എന്ന് നോക്കിയിട്ട് അതാണ് നമ്മൾ കൺസൾട്ടിങ്ങിൽ വരിക. അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് ഇനിയിപ്പോൾ ആ എനർജി ഇല്ലെങ്കിൽ അവിടെ എനർജി ഉണ്ടാക്കാനുള്ള നടപടി എടുക്കണം. അതാണ് ചെയ്യുക. നമ്മൾ പല കോഴ്സുകളുണ്ട് ഈ ഒരു വിഷയം പഠിപ്പിക്കണമായിട്ടുണ്ട്. ഒന്ന് പറയുക വേദിക് വാസ്തുശാസ്ത്ര 1 ഇയർ ഡിപ്ലോമ എന്ന് പറയും. അതായത് 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. അതിൽ ഇങ്ങനെയുള്ള എല്ലാത്തിനും വരുന്നുണ്ട്. ഡീപ്പായിട്ട് തന്നെ പഠിക്കുന്നത്. ഓരോരോ പോയിന്റ് എവിടെയാണ് വരുന്നത്, അതെങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് ബാധിക്കുന്നത്, ഇതൊക്കെ അതിൽ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ത് പ്രശ്നത്തിന് ഏത് ഭാഗത്തിനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ദേവതാ ഊർജ്ജ വാസ്തു എന്ന് പറഞ്ഞിട്ടൊരു ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ പറഞ്ഞാൽ പർട്ടിക്കുലർലി ഇന്ന പോയിന്റിന്റെ സൊല്യൂഷൻ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ പഠിക്കും. ഇത് നമ്മളെന്താണെന്ന് വെച്ചാൽ വാസ്തു എന്ന് പറഞ്ഞ ഒരു വലിയ സബ്ജക്റ്റാണ്, കുറേ നിവർന്ന് കിടക്കുന്നതാണ്. അപ്പം അതിൽ ഓരോ കോഴ്സായിട്ട് വെക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഇതാകാന്ന്. ഇപ്പോൾ 1 ഇയർ ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞത് പഠിച്ചിരിക്കുകയാണെങ്കിൽ നല്ലൊരു വാസ്തു കൺസൾട്ടൻ്റ് ആകാൻ നിങ്ങൾക്ക്. ഇനി വാസ്തു കൺസൾട്ടൻ്റ് ആവണമെന്നില്ല, നല്ലൊരു അറിവുണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ കോഴ്സിന് ചേർന്നാൽ നല്ലതാണ്. എല്ലാവരും ഇങ്ങനെയുള്ള പഠിക്കേണ്ടതാണ് കേട്ടോ. എന്താണെന്ന് അറിയോ, ഇല്ല എങ്കിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മിസ്യൂസാണ് നടക്കുന്നത്. ഇപ്പോൾ ഒന്ന് യൂട്യൂബ് ചാനലിൽ തന്നെ പല ആളും പലതും പറയും. അപ്പോൾ ആ കൂടി എന്താണ് കേൾക്കുന്നവർക്ക് ആ പ്രശ്നമായി. എന്നിട്ട് അവരെന്നെ ചിലപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയും അതെങ്ങനെ വേണോ, അപ്പോൾ പിന്നെ അതാണോ ശരി ഇതാണോ ശരി ഇങ്ങനെയായി. അപ്പോൾ ഇതാവുമ്പോൾ നമ്മളാ വീട്ടുകാരൻ പിന്നെ അയാൾ അതൊക്കെ കേട്ടിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് നേരെ വേറെ 3ാമത്തെ ഒരു സാധനമായി മാറും. ശരിയാണ്. കാരണം ഗൂഗിളിൽ നമുക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. ശരി എന്ന് പറഞ്ഞാൽ ഒന്ന് അത് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നതിൻ്റെ ആ ലോജിക്ക് ഇല്ലാണ്ട് വെറുതെ അതും ഇതും അന്ധവിശ്വാസമാതിരി പറയരുത്.
അപ്പൊ കറക്റ്റാണോ? ശാസ്ത്രമൊക്കെ തന്നെ സയൻസാ. വാസ്തു ശാസ്ത്രം മീൻസ് സയൻസ്. വാസ്തു എന്ന് പറയുന്നത് എൻ്റെ സയൻസ് അല്ലാണ്ട് വിശ്വാസമൊന്നുമല്ല. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇന്ന ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്നാളൊരു ബുക്കിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നാളിട്ട് ഒരു ചാനലിൽ ഇങ്ങനെ വരുന്നത്, ഇതിങ്ങനെ പലരും പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ പറയുക, ഒരു ഹിന്ദി പാട്ട് കേട്ടില്ലേ, കുസ്തോ ലോക കഹെങ്കി ലോകം കോ കാമുഹ കേന. അതായത് പല ആളുകൾ പലതും പറയും, കാരണം ആളുകളെ പണി പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നാ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ശരിയുള്ളത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെറുതായിട്ട് അതിലൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അതാണ് പലപ്പോഴും പറ്റിക്കപ്പെടുന്നത്. ഒരാൾ വരും, ഇവിടെയൊക്കെ പൊളിച്ച് കളി, ഇവിടെ അത് ശരിയല്ല, അത് ഇനി വേറെ ഒരാൾ വരും വേറെ ഒന്ന്. അപ്പൊ ഇതാണോ ശരി എന്നാ. ഇനിയിപ്പൊ ഞാൻ മാത്രം പറയുന്നത് ശരിയാണെന്ന് ഉള്ള പറഞ്ഞാൽ അതും പ്രശ്നമായി. അപ്പൊ ഇനിയിപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ ശരി. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ ചോയ്സ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നതിന് സയൻറ്റിഫിക്കലി വല്ല പ്രൂഫും ഉണ്ടോ? 2, ഇത് ലോജിക്കലി ഇത് കറക്റ്റാണോ? പിന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നതൊക്കെ തന്നെ സയൻസുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള തെളിയിക്കാൻ പറ്റുമോ? അപ്പം നമ്മൾ ഉള്ളിൽ തന്നെ തോന്നും അത് കറക്റ്റാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ഫീല് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷേ എല്ലാത്തിലും പോയി ചാടണ്ട. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളും ഒന്ന് കുറച്ച് അതിന് വേണ്ടിയിട്ടൊന്ന് മെനക്കെടുക, എന്നിട്ടൊന്ന് പഠിപ്പിക്കുക. അപ്പം ഞാൻ കൺസൾട്ട് ചെയ്യുമ്പം തന്നെ ആദ്യത്തെ കുറച്ച് സമയം ഒന്ന് വീട്ടുകാരത് എന്താണെന്നൊന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ അവർ കുറച്ച് മനസ്സിലാക്കി വന്നു കഴിഞ്ഞിട്ടതാകുമ്പോൾ എന്താ കുറേ കൂടി അവർക്കത് ഈസിയായി അപ്ലിക്കേഷനായി. പിന്നെ അതുമല്ല, അവർക്ക് അതിൽ വിശ്വാസം ഉണ്ടാവും. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ലാംഗ്വേജ് പറയാ പ്രൂവൻ സക്സസ് മെത്തേഡ്. അതായത് തെളിയിക്കപ്പെട്ട സക്സസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ ഞാൻ കൺസൾട്ടിങ്ങിലും എന്തിലായാലും പറയുന്നത് നമുക്ക് അത് തെളിയിക്കാൻ പറ്റണം, അതുമാതിരി തന്നെ റിസൾട്ടും കിട്ടണം, പിന്നെ ഇതുകൊണ്ട് ഭാവിയിലും ഉപയോഗപ്പെടണം. അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമ്മളെ കോഴ്സുകളിലെല്ലാം തന്നെ ഈ ഒരു ഇതോട് കൂടിയിട്ട് ഇപ്പോൾ വാസ്തു ഭാരതി എന്ന് ഒരാൾ വാസ്തു പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഒരു ആധികാരികമായിട്ടുള്ളൊരു വാസ്തു കൺസൾട്ടൻ്റായി മാറണം. ഇപ്പോൾ ഒരു വീട്ടമ്മ പഠിക്കുകയാണെങ്കിലും അവർക്ക് അത് ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ രീതിയിലാണ് നമ്മളെ ക്ലാസ്സുകൾ. താങ്ക് യു. ഏതായാലും ഈ 45 ദേവതകൾ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു സബ്ജക്റ്റാട്ടോ. അതായത് എനർജി പോയിന്റ്സ് എന്ന് പറയുന്നത് പല ഭാഷയിലും ഇതിനെ പറയും. അപ്പം ഈ എനർജി പോയിന്റ്സിന് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം കഷ്ടപ്പെടുകയൊന്നും വേണ്ട. സിമ്പിളായിട്ട് തന്നെ ഓരോന്നിനും യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാം. അതാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചത്. അതായത് നമ്മൾ ആ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ വെറും ഒരു വാസ്തു കൺസൾട്ടന്റ് മാത്രമല്ല നമ്മുടെ ലൈഫ് തന്നെ നമ്മുടെ ഹാബിറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ മാറ്റല്ലേ വരുന്നത്. അതുകൊണ്ടാണ് 1 വർഷത്തെ ഡിപ്ലോമയായിട്ട് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഈ 1 വർഷം കൊണ്ട് ലൈഫിൽ കുറേ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഈ നമ്മളെ ജീവിതത്തിൽ അനുഭവം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് വേറെ ഒരാളെടുത്ത് പറയാൻ പറ്റുക. അപ്പോഴാണ് നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ശക്തി ഉണ്ടാകുക. ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ആൾ പറഞ്ഞിട്ടുണ്ട് അത്. പക്ഷേ ഈ 1 വർഷം കൊണ്ട് ആ കോഴ്സിൽ ചേരുന്ന ആളുടെ ജീവിതം തന്നെ ഒന്ന് മാറും. എന്തൊക്കെയാണോ വേണ്ടത് ഇതാവും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് വേണ്ടാത്തതൊക്കെ ഒഴിവാകുകയും ചെയ്യും. അതായത് ഒരാളുടെ ജീവിതം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടിയാണ് നമ്മുടെ ഈ കോഴ്സിലൂടെ 100% ആണ്. അതിപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് അടുത്ത ആഗസ്റ്റ് 15 20ാമത്തെ ബാച്ചാ. ഇപ്പോൾ ഓരോ വർഷവും ഒരു 40 സ്റ്റുഡൻസിന്റെ മേലെ ഉണ്ടാവും. അപ്പൊ ഈ ഓരോ വർഷവും കുറേ ആളുകൾ ഇത് കേരളത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അളവ് നോക്കൽ മാത്രമാണ് വാസ്തു എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് വിട്ട് നമ്മളിങ്ങനെ എനർജി, അതിൻ്റെ ഒഴുക്കുകൾ, അതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, നമ്മളെ ലൈഫിൽ എങ്ങനെ ബെറ്റർ ആക്കാം, ഇതൊക്കെ കൂടി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളും ഉയരും, നമ്മളടുത്ത് വരുന്നവരും ഉയരും. ആ ചിന്താഗതിയൊക്കെ ഇപ്പൊ കൂടുതലും മാറി തുടങ്ങിയിട്ടില്ലേ? കാരണം ഇപ്പൊ ഒരുപാട് യൂത്ത് വരുന്നില്ലേ അഡ്മിഷൻ എടുക്കാൻ. അതാണ് വലിയൊരു കാര്യം കേട്ടോ. ഈ യൂത്ത്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ വിശ്വാസം എന്നുള്ള വിട്ടിട്ട് ഇത് സയൻസ് ആണെന്ന് അവർക്കും ബോധമാകാൻ തുടങ്ങി. പിന്നെ എല്ലാം ഉണ്ടല്ലോ, നമ്മളിപ്പോ നെറ്റിലടിച്ച് നോക്കിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അതുമാതിരി തന്നെ ChatGPT ഇഷ്ടം പോലെ എടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത് കൺസൾട്ട് ചെയ്തപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചേച്ചി പറഞ്ഞു ഞാനൊക്കെ തീരുമാനമൊക്കെ എടുക്കരുത് നോക്കിയിട്ടാ. അപ്പോൾ അതിൽ തന്നെ നിങ്ങളെ പേര് വന്നു കേട്ടോ എന്ന്. അതെനിക്കൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ആളുകൾ അങ്ങനെ എന്താ പറയാ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, പിന്നെ കറക്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാനും തുടങ്ങി. അതൊരു വലിയൊരു കാര്യമാണ്.
ഗുരുജി നേരത്തെ നമ്മുടെ കോഴ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, വേദിക് വാസ്തുശാസ്ത്രം. അപ്പോൾ വാസ്തുശാസ്ത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ശാസ്ത്രത്തിൽ നിന്ന് വേദിക് വാസ്തുശാസ്ത്രം എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ളത്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈ വാസ്തു എന്ന് പറഞ്ഞാൽ ഒരു വലിയ സബ്ജക്റ്റാണ്. അതിൽ പല അപ്രോച്ചുകളുമുണ്ട്. പല അപ്രോച്ചുണ്ട്. നമ്മളെ കേരളത്തിൽ പറയുമ്പോൾ തച്ചു ശാസ്ത്രം എന്നാ പറയുക. തച്ച് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ തച്ചൻ്റെ ശാസ്ത്രം. അതായത് നമ്മളിവിടെ വാസ്തു ഉപയോഗിക്കുന്നത് തച്ചന്മാരെന്ന് പറഞ്ഞാൽ ആശാരിപ്പണി എടുക്കുന്ന ആൾ ആയിരുന്നു. തച്ചന്മാരുടെ ആശാരി. ഇപ്പം പെരുന്തച്ചൻ എന്ന് പറഞ്ഞാൽ മൂത്ത ആശാരി, മെയിനായിട്ടുള്ള ആശാരി. അങ്ങനെയുള്ളവരായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഓരോരോ ഇത് പറഞ്ഞു. അപ്പോൾ ആ കണക്ക് കൂട്ടുക, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കണക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കണക്കിലുപരി ഇതിൽ പലതും ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ കേരളത്തിലുള്ള വാസ്തുവിൽ സ്ഥാനങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഇതൊന്നുമില്ല. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ഓരോരോ വായു എവിടെയാണ് വരേണ്ട, അഗ്നി എവിടെയാണ് വരേണ്ടത് എന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നും തന്നെ നമ്മളെ മനുഷ്യാലയ ചന്ദ്രികയിൽ പോലും പറയണില്ല. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇത് അതങ്ങനെയാ, അതില്ലെങ്കിൽ അതില്ലെങ്കിൽ എന്താ, അതങ്ങനെയാണ് ദോഷ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ വേദിക് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളിൽ എന്താ പറയണത്, അതായത് വാസ്തുശാസ്ത്രം എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ ഒരു 18 ഋഷിമാർ കണ്ടെത്തിയാണ് യഥാർത്ഥമുള്ള വേദിക് വാസ്തു. ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ആളുകൾ. സന്യാസി എന്ന് പറഞ്ഞാലോ വിവാഹം ചെയ്യാത്തവര് അവരെന്താ സന്യസിക്കാന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹവും കൊണ്ടുപോയിട്ട് അഗ്നിയിൽ ഹോമിക്കും. എന്നിട്ട് ആ അഗ്നി എടുത്ത് പുതപ്പിക്കും. അതാണ് കാഷായം. കാഷായം റെപ്രസെന്റ് ഫയർ, അഗ്നി. അപ്പൊ അവർക്ക് വീണയിടം വിഷ്ണുലോകം എന്നാ ഒന്നും വേണ്ട. നേരെ മറിച്ച് ഋഷി എന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടാവും, മക്കളുണ്ടാവും, ഭരണശാല ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണം. അപ്പൊ അതിലൊരു 18 പേരുണ്ട്. ഭൃഗുരത്രിർ വസിഷ്ഠശ്ച വിശ്വകർമാമയസ്തത നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷ പുരന്തര ബ്രഹ്മാകുമാരോ നന്ദീശ ശൗനകോ ഗർഗ ഏവച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശേത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശക. അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ദശം എന്ന് പറഞ്ഞാൽ 10. അപ്പൊ അഷ്ടാദശം എന്ന് പറഞ്ഞാൽ 18 ഋഷിമാരാ. ഭൃഗു, അത്രി, വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു 18 ഋഷിമാര് അവര് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ വിഷയങ്ങളാണ് വേദിക് വാസ്തുശാസ്ത്രത്തിന്റെ പൊരുൾ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? സുഹൃത്തുക്കളോട് ചോദിക്കും, ഫ്രണ്ട്സിനോട് ചോദിക്കും, ഇപ്പൊ അല്ലെങ്കിൽ ഗൂഗിളിൽ ഇട്ടൊക്കെ നോക്കും. ഓക്കെ. പക്ഷേ ഈ ഋഷിമാർക്കൊരു പ്രോബ്ലം വന്നാൽ അവരെന്താ ചെയ്യുക? അവരൊന്നും ചെയ്യില്ല. എവിടെയും പോയിരിക്കും, കണ്ണടച്ചിരിക്കും, നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എന്താവും? പ്രപഞ്ചം അതിൻ്റെ ചുരുള അങ്ങോട്ട് ഒഴിക്കാൻ തുടങ്ങും. ഇപ്പം ഇങ്ങനെ ഓരോന്ന് കണ്ടെത്താൻ തുടങ്ങും. അങ്ങനെ കണ്ടെത്തിയിട്ട് ഈ എന്താ പറയുക, ദൂരദർശിനിയും അതൊക്കെ കണ്ടെത്തുന്നതിൻ്റെ എത്രയോ കാലം മുന്നേ തന്നെ ഇവിടെ മെഡിറ്റേറ്റ് ചെയ്തിട്ട് 9 ഗ്രഹങ്ങളും അതിൻ്റെ സ്വാധീനമൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും പുതിയതായിട്ടൊന്നും കണ്ടെത്താനില്ല. ഈ ഭാരതത്തിലുള്ള ഋഷിമാർ കണ്ടെത്തി തന്നെയാണല്ലോ റീസേർച്ച് ചെയ്യുന്നുള്ളൂ ഇവിടെ. അപ്പോൾ റീസേർച്ച് ചെയ്യാല്ലാണ്ട് പുതിയതായിട്ടൊന്നും കണ്ടെത്താനില്ലേ, കാരണം ഓൾറെഡി എല്ലാം കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഈ 18 ഋഷിമാര് മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തിയ സത്യങ്ങളാണ് ശരിക്കും വേദിക് വാസ്തു ശാസ്ത്രത്തില്. അപ്പൊ അത് വന്നിട്ട് പല ഗ്രന്ഥങ്ങളിൽ ആയിട്ട് അത് വിവരിക്കുന്നുണ്ട്. മയമതം, മാനസാരം, മനുഷ്യാലയ ചന്ദ്രിക, സമരാങ്കണ സൂത്രധാര, അപരാജിത പ്രജ്ഞ, അങ്ങനെ കുറേ ബുക്കുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള മെയിൻ പോയിന്റ്സ് എടുത്തിട്ടാണ് ഇതെല്ലാം കൂടി പഠിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജന്മം മുഴുവൻ വേണ്ടി വരും. അപ്പോൾ അതിൽ നിന്ന് കുറേ കാലത്തെ ഇതിലൂടെ കണ്ടെത്തിയത് മെയിൻ പോയിന്റ് എടുത്തിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മളെ 1 year ഡിപ്ലോമ ഇൻ വേദിക് വാസ്തുശാസ്ത്രം ഉണ്ടാക്കിയത്. അപ്പോൾ വേദിക് വാസ്തുശാസ്ത്രവും സാധാരണ വാസ്തുശാസ്ത്രമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മളെ കേരളത്തിൽ കണക്ക് നോക്കലാണ് വാസ്തു എന്നുള്ളൊരു തെറ്റിദ്ധാരണയല്ല. അപ്പം വേദിക് വാസ്തുശാസ്ത്രത്തിൽ അതൊന്നുമല്ല. ഇതിനൊക്കെ കറക്റ്റ് പ്രൂഫ് ഉണ്ടാവും. ഇത് വെറുതെ പറയല്ല, അത് ഇത് പ്രകാരം ഇങ്ങനെയാണ്, ഇങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് മാത്രമല്ല, അതൊക്കെ തെളിയിക്കാനും പറ്റും. അപ്പോൾ അതിൽ 2 ഇതുണ്ട്. നമ്മളെ വാസ്തു ഭാരതിയിലാകുമ്പോൾ ഒന്ന് ഈ ഗ്രന്ഥങ്ങളുടെ സപ്പോർട്ട്, 2 അതെങ്ങനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാം, അതും കൂടി പഠിക്കും. ഇപ്പം പറയാണ് നമുക്ക് ചില ആൾ കന്നിമൂലയിൽ കക്കൂസ് പാടില്ല. സാധാരണ എല്ലാവരും പറയും, എന്തുകൊണ്ടായിക്കൂടാ, എന്തുകൊണ്ട് അവിടെ പാടില്ല? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ അങ്ങനെയാ, അല്ലെങ്കിൽ ദോഷ,
ഇതാണ് സാധാരണ എല്ലാവരും പറയുക. പക്ഷെ നമ്മൾ ഈ ഒരു വേദിക് വാസ്തുശാസ്ത്രം പഠിച്ച ആളാണോ, അതിൻ്റെ റീസൺ ഇന്നതാണ് കാര്യം ഇങ്ങനെയാണ് വരേണ്ടതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. കാരണം അതിൻ്റെ സയൻറ്റിഫിക് റീസണും പഠിക്കും, പിന്നെ ഗ്രന്ഥങ്ങളിൽ എന്താ പറയണത് അതും പഠിക്കും, പിന്നെ എന്തുകൊണ്ട് അങ്ങനെയായി, ഇനി അത് അല്ലാണ്ട് വന്നാലുണ്ട് എന്താണ് പ്രശ്നം, ഇതൊക്കെ നമ്മൾ പഠിക്കും. അത് മാത്രമല്ല അതിൻ്റെ റെമഡിയും പഠിക്കും, സൊല്യൂഷനും പഠിക്കും. അപ്പോൾ അതാണ് ഈ വേദിക് വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അതിൽ കുറേ വിഷയങ്ങളുണ്ട്. അപ്പം അതിലൊന്ന് മാത്രമാണ് ഇപ്പം നമ്മളെ കേരളത്തിൽ പറയുന്ന എന്താ പറയുക തച്ചുശാസ്ത്രം എന്ന് പറയുന്നത്. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം അതിൽ ആഴങ്ങളിൽ ഇറങ്ങും, പലതും പുതിയതായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ടാവും. ഇപ്പം യേശുദാസ് പറഞ്ഞ ഞാൻ വെറും സംഗീതത്തിൻ്റെ എന്താ പറയുക ഒരു വലിയ സാഗരത്തിൻ്റെ അവിടുന്ന് പൊഴി വാരി കളിക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൽ കുറേ ആഴത്തിൽ പോകുമ്പോൾ കുറേ ഇത് ഉണ്ടാവും. പിന്നെ എല്ലാം കൂടി ഈ കാലഘട്ടത്തിൽ അപ്ലിക്കബിളും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രന്ഥം എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാവും. ഉദാഹരണമായിട്ട് പറയുമ്പോൾ മനുഷ്യാലയ ചന്ദ്രിക കേരളത്തിലുള്ളത്, മനുഷ്യാലയ ചന്ദ്രിക എഴുതുന്ന കാലത്ത് നമ്മളിവിടെ ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നു. അതായത് തമ്പ്രാക്കളും അടിയാങ്ങളും ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ആയിരുന്നു, ഒരു ജന്മിത്ത വ്യവസ്ഥയൊക്കെ ഉള്ള കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ തമ്പ്രാക്കൾക്ക് അനുകൂലമായിട്ടും അതേസമയത്ത് അടിയാങ്ങൾക്ക് പ്രതികൂലമായിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ അടിയാങ്ങൾ എന്ന് പറയുന്നവരുണ്ടെങ്കിലേ ഉള്ളൂ പണിയെടുക്കാൻ ആളുണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിലാണ് ആ കാലഘട്ടത്തിലെ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ആ കാലഘട്ടത്തിനെയും കൂടി നമ്മൾ വിലയിരുത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ കാലഘട്ടത്തിൽ എന്താ അപ്ലിക്കബിൾ. ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സമൃദ്ധി വേണ്ടേ. ഇപ്പം കേരളത്തിലെ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞാലൊക്കെ കിഴക്കോട്ടേക്ക് മുഖമായിരിക്കും അല്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ കിഴക്കോട്ട് മുഖം വന്നത്? കാരണം ഒരു കാലത്ത് നമ്മളെ കേരളത്തിലെ തേങ്ങവലിയും അതും ഇതൊക്കെയാണ്. നമ്മളെ തറവാട്ടിന്റെ മുന്നിലൊക്കെ തേങ്ങനെ കൂമ്പാരൊക്കെ ആയിട്ട് ഒരു കാഴ്ചയില്ലായിരുന്നു അല്ലേ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ആ കാലഘട്ടത്തിൽ ആരോഗ്യത്തിനും ഈ സൂര്യപ്രകാശം വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരേണ്ടിയായിരുന്നു ഇമ്പോർട്ടൻസ്. പക്ഷെ ഇന്നിപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള പണിയൊക്കെ എടുക്കാൻ പോകും കേട്ടോ. ഇന്നിപ്പോൾ കാലഘട്ടം മാറുകയാണ്. അപ്പം എന്താ വേണ്ടത്, ഇപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നേറണം. അപ്പം കൂടുതലായിട്ട് വടക്കിനേക്ക് പ്രാധാന്യമായി, കിഴക്ക് മാറി വടക്കിനേക്ക് പ്രാധാന്യമായി, നോർത്തിന് ഇമ്പോർട്ടൻസ് വരാൻ തുടങ്ങി. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്ന അധികം വീടുകളും നോർത്ത് ഫേസിങ്ങിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഒന്ന് ഗ്രന്ഥങ്ങളിൽ, രണ്ട് ആ കാലഘട്ടം, അതിനെയും കൂടി വിലയിരുത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ വേദിക് വാസ്തുശാസ്ത്രത്തിൽ ഇതെല്ലാം ഓരോന്നും നമ്മൾ കാണണം. താങ്ക് യു.